സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. അതിലെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു. 3 ഉദ്യോഗസ്ഥരാണ് അതുമായി ബന്ധപ്പെട്ട പേപ്പറുകളൊക്കെ പരിശോധിക്കുന്നത്. വലിയ തരത്തിൽ നിബന്ധനകളോട് കൂടിയാണ് ഇത്തവണ ഫിറ്റ്നസ് പരിശോധന പൂർത്തീകരിക്കാൻ പോകുന്നത് എന്നതാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വലിയ തരത്തിൽ അപകടങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ കൃത്യമായ പരിശോധനയിലൂടെ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് ഉണ്ടോ, അതോടൊപ്പം തന്നെ ഓടിക്കുന്ന ഡ്രൈവർക്ക് അതിനുള്ള കാര്യശേഷി ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമുക്കൊപ്പം ചേരുന്നു. എങ്ങനെയൊക്കെയാണ് ഈ ഘട്ടത്തിൽ പരിശോധന നടക്കുന്നത്? സ്കൂൾ വാഹനങ്ങൾക്ക് നമ്മളൊരു ചെക്ക് ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും നോക്കുന്നത്. പല വാഹനങ്ങൾക്കും മുമ്പ് ഫിറ്റ്നസ് ഉള്ളതായിരിക്കാം, പക്ഷേ എന്നാലും സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ പറയുന്ന നമ്മൾ ഈ നിഷ്കർഷിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ഉദാഹരണത്തിന് വാഹനങ്ങളിലെല്ലാം GPS സംവിധാനങ്ങൾ, ക്യാമറ സംവിധാനങ്ങൾ, പുതിയതായി വന്നിട്ടുള്ള ബ്ലൈൻഡ് സ്പോട്ട് മിറർ സംവിധാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമാണോ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ പരിശോധന നടത്തുന്നത്. ഈ ഒരു പരിശോധന നടത്തി അതിന് നമ്മളൊരു സ്റ്റിക്കർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റിക്കറുകളുള്ള വാഹനങ്ങൾ മാത്രമേ കുട്ടികളെ പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ഇപ്പോൾ നിഷ്കർഷിച്ചിട്ടുള്ളത്. സുപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് 10 വർഷം നിരന്തരം വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് മാത്രമേ ഫിറ്റ്നസ് നൽകൂ എന്നുള്ളതാണ്. അതെ. അതായത് ഡ്രൈവർമാർക്ക് വെച്ചിരിക്കുന്ന നിബന്ധന 10 വർഷം അവർക്ക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് വേണം. കൂടാതെ ഹെവി വാഹനങ്ങളിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട് ഹെവി വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾ. ഇതുകൂടാതെ അവർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിഷ്കർഷിച്ചിട്ടുണ്ട്. അതായത് സുരക്ഷിതത്വം മാക്സിമം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇത്തരം വാഹനങ്ങൾ മോണിറ്റർ ചെയ്യാൻ എന്തൊക്കെ സംവിധാനം ഉണ്ടാവുക? നമ്മൾ ഇതിൽ ഓൾറെഡി വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഉപയോഗിച്ച് സുരക്ഷാമിത്ര എന്ന് പറയുന്നൊരു പോർട്ടൽ ഉപയോഗിച്ച് നമ്മൾക്കിത് ചെക്ക് ചെയ്യാനുള്ളതും, അതുപോലെ സ്കൂളുകൾക്കും പാരൻസിനും പോലും വിദ്യാവാഹിനി ആപ്പ് ഉപയോഗിച്ച് ഈ വാഹനങ്ങളുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതുകൂടി കൃത്യമാണോ എന്ന് പരിശോധിക്കുന്ന ഒരു പരിശോധനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹെൽപ്പ് ലൈൻ, അതോടൊപ്പം തന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ്, അതൊക്കെ നിർബന്ധമാക്കിയിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ ആദ്യമേ തന്നെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. വാഹനങ്ങളിൽ പ്രദർശിപ്പിക്കേണ്ട ഹെൽപ്പ് ലൈൻ നമ്പറുകളും അതുപോലെ ഫസ്റ്റ് എയ്ഡും ഒക്കെ എല്ലാ വാഹനങ്ങൾക്കുള്ളതുപോലെ തന്നെയാണ്. പക്ഷേ ഇതിന് കുറച്ചുകൂടി നമ്മൾ കൃത്യമാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുക, കുട്ടികളെ സഞ്ചരിക്കുന്ന വാഹനമായതുകൊണ്ട്. അതാണ് നമ്മുടെ ഉദ്ദേശം. ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഓരോ വാഹനത്തിൻ്റെയും ഇൻഡിക്കേറ്റർ, അതോടൊപ്പം തന്നെ മിറർ അടക്കമുള്ള സംവിധാനങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സാങ്കേതികമായുള്ള മറ്റ് വിഷയങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഫിറ്റ്നസ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബ്ലൈൻഡ് സ്പോട്ട് കണ്ടെത്താനുള്ള മിറർ സംവിധാനം അടക്കം ഇത്തവണ നിർബന്ധമാക്കി എന്നുള്ള സൂചനകളാണ് വരുന്നത്. അത് കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. പല വാഹനങ്ങളും ഇപ്പോൾ ഇവിടെ എത്തിച്ചതിൽ ഈ ബ്ലൈൻഡ് സ്പോട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന മിററുകൾ ഇല്ല എന്നുള്ള വസ്തുതയാണ്. ഏതായാലും ഈ വാഹനത്തിലേക്ക് കടന്നാൽ നമുക്ക് കാണാം, ഉള്ളിലേക്ക് കയറിയതിന് ശേഷം ഇവർ വാഹനങ്ങളുടെ സീറ്റുകൾ, അതോടൊപ്പം തന്നെ ഗ്ലാസ്, മറ്റ് സംവിധാനങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. അത് ഏതൊക്കെ നിലയിലുള്ള പരിശോധനയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. ഓരോ സീറ്റുകളിലും എത്തി അവർ പരിശോധന നടത്തുന്നുണ്ട്. സാറേ, എങ്ങനെയൊക്കെയാണ് ഈ പരിശോധനകൾ മുന്നോട്ട് പോകുന്നത്? ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് അതിൻ്റെ ഒപ്പം ഒരു മഴക്കാലമാണ്, ആ വൈപ്പർ എന്തായാലും മസ്റ്റായിട്ട് വർക്ക് ചെയ്യണം. ആ വൈപ്പർ നിൽക്കുന്നുണ്ട്. ഫ്രണ്ട് ഇൻഡിക്കേറ്റർ, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ, റിയർ സൈഡ്, ബ്രേക്ക് ലൈറ്റ് കത്തുന്ന സമയത്ത് നീണ്ട ലൈറ്റ് കത്തുന്നുണ്ടോ, അതുപോലെ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് റിവേഴ്സ് ലൈറ്റ് കത്തുന്നുണ്ടോ, ഇതൊക്കെ റോട്ടിലേക്ക് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്ന ഒരു സാധ്യതയുള്ള സംഭവമാണ്. അപ്പോൾ അതിനെതിരെ എല്ലാ കാര്യങ്ങളും കറക്റ്റ്. ഇപ്പോൾ വെഹിക്കിന് ഉള്ളിലാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. ഓരോ പാർട്ടും സെപ്പറേറ്റ് എക്സ്റ്റേണൽ ബോഡി, അത് ലെഫ്റ്റ് റൈറ്റ്, അങ്ങനെ ഇന്റീരിയർ നോക്കുന്നുണ്ട്, ക്യാബിൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എല്ലാ സീറ്റിൻ്റെ ഈ ഫൗണ്ടേഷൻ ബോൾട്ടുകളെല്ലാം ചിലതൊക്കെ ഇളക്കി കിടക്കും. അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്ത് നമ്മൾ ഇളക്കി നോക്കിയിട്ട് കറക്റ്റ് എല്ലാം ഓക്കെ ആണോ അത് നോക്കുന്നുണ്ട്. വിൻഡോസ് നോക്കുന്നുണ്ട്, അതുപോലെ അത് സൈഡുകൾ, ഫുഡ് ബോർഡ്, ചിലതിന് ഫുഡ് ബോർഡ് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ വെറുതെ അമർത്തി ചവിട്ടി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലത് ജസ്റ്റ് ഒന്ന് മറച്ച് വെച്ചിട്ട് അതിന് പല ഹോളുകളുള്ളതും അങ്ങനെ പലതും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി കുട്ടികളുടെ സേഫ്റ്റി നോക്കിയിട്ട്, ഇപ്പോൾ ഉള്ളിലാണെങ്കിൽ ബാഗ് വയ്ക്കാനുള്ള സ്പേസ് കാണണം. പിന്നെ ഫസ്റ്റ് എയ്ഡ് മസ്റ്റാണ്, ഫയർ എക്സ്റ്റിങ്ഷർ വേണം. ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്ന ഒരു ഇതാണ് ബ്ലൈൻഡ് സ്പോട്ടിലേക്ക് വരുന്നുണ്ട്. വെഹിക്കിൾ ആളുകൾ കറക്റ്റ് ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിൽ നിന്നുണ്ട് ആളുകൾ പോകുന്നു, അല്ലെങ്കിൽ പിള്ളേരാണ്, ചെറിയ മക്കൾ കയറുന്ന വരുന്ന ഡ്രൈവർക്ക് മൂലയ്ക്ക് കാണാൻ കഴിയും. അത് നിർബന്ധമാണല്ലേ? അത് നിർബന്ധമാണ്. പിന്നെ എല്ലാ വർക്കും ചെയ്തിട്ടാണ് ഈ വണ്ടികളൊക്കെ വരുന്നത്. പിന്നെ ബ്രേക്കിംഗ് ഷോട്ട് പറയുന്ന മാതിരി അവർ എഴുതി കൊടുക്കുന്നുണ്ട്. ഈ 10 വർഷം എന്നുള്ളത് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമോ? അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടില്ല. അത് ഗവൺമെൻറ് റൂള് നമ്മൾ പാലിക്കണമല്ലോ. ഗവൺമെൻറ് റൂളാണ്, ആ റൂള് നമ്മൾ പാലിക്കണം. അവർ പറയുന്നത് നമ്മൾ അനുസരിക്കണം. അവർ പറയുന്ന ജോലികൾ നമ്മൾ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ
നമ്മൾ ചെയ്ത് കൊണ്ടുവരണം. പരിശോധനകൾ പൂർത്തിയാക്കിയതിന് ശേഷം പതിക്കുന്ന ഫിറ്റ്നസ് സ്റ്റിക്കറാണിത്. RTO നമുക്കൊപ്പം ചേരുന്നുണ്ട്, ജെബി ചെറിയാനാണ്. വലിയ കർശനമായ പരിശോധനയാണ് ഇത്തവണ നടക്കുന്നത്. അതെ തീർച്ചയായിട്ടും നമ്മൾ കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സാധാരണ നമുക്ക് ബുധനാഴ്ചയാണ് ഇവിടെ ടെസ്റ്റുകളൊക്കെ ഇല്ലാതെ ഗ്രൗണ്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. പക്ഷേ അടുത്ത ബുധനാഴ്ച അവധിയായതുകൊണ്ടാണ് ഇന്ന് എല്ലാവരും നിർബന്ധമായിട്ട് എത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇനി തീരെ ഒഴിവുള്ളവർക്ക് മാത്രമേ, അത് തക്കതായ കാരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഒരു പരിശോധനയ്ക്ക് സാധ്യതയുള്ളൂ. ഇപ്പോൾ ഇവിടെയും ചെവായൂർ ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്, മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലും ഇതേ സമയത്ത് തന്നെ നടക്കുന്നുണ്ട്. ഈ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ശേഷം ഈ ഡ്രൈവർമാർക്കും അതോടൊപ്പം തന്നെ അറ്റൻഡർക്കൊക്കെ പ്രത്യേക ക്ലാസുകൾ നൽകുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും വാഹന പരിശോധന മാത്രം കാര്യമില്ല. വാഹനം ഫിറ്റാണെങ്കിലും അത് ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരും അതുപോലെ തന്നെ ഈ കുട്ടികളെ സുരക്ഷിതമായിട്ട് വാഹനത്തിൽ കയറ്റുന്ന എന്താ പറയുക അറ്റൻഡേഴ്സും ക്ലാസ് അറ്റൻഡ് ചെയ്ത് മാനദണ്ഡങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ ആ ഒരു റോഡ് സുരക്ഷ, കുട്ടികൾ സുരക്ഷിതമായിട്ട് സ്കൂളിലെത്തണം, വീട്ടിൽ തിരിച്ചെത്തണം എന്നുള്ള ഒരു പ്രക്രിയ പൂർത്തിയാവുള്ളൂ. അപ്പോൾ ഈ പരിശോധന കൊണ്ട് തീരുന്നില്ലല്ലോ. ഇനിയും എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വാഹനങ്ങൾ തീർച്ചയായിട്ടും നിരത്തിലും പരിശോധിക്കും. അതുപോലെ സ്കൂളുകളിൽ ചെന്ന് പരിശോധിക്കാനായിട്ട് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി തുടർന്നും, കാരണം ഈ പരിശോധന ഒറ്റത്തവണയല്ല, തുടർന്നും ഇങ്ങനെയുള്ള പരിശോധനകൾ തുടരും. 1-2 വണ്ടികൾ പരിശോധിച്ചാൽ മറ്റേ എമർജൻസി ഡോറൊന്നും അത്ര ഈസി ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കണ്ട് അത് റെക്ടിഫൈ ചെയ്ത് തിരിച്ചു കൊണ്ട് നമ്മൾ കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോട്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് റെക്ടിഫൈ ചെയ്യണം എന്നുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അതായത് ഒരു വിട്ടുവീഴ്ചയില്ലല്ലേ? ഇല്ല തീർച്ചയായും കർശനമായ പരിശോധനകൾ നമ്മൾ ഏതായാലും പരിശോധന കർശനമാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ കർശനമാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ ഈ റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയൂ. പ്രത്യേകിച്ച് പിഞ്ചു കുട്ടികളാണ്, നമ്മുടെ കുട്ടികളാണ്. നമ്മൾ ഈ ബസ്സിലെ ഡ്രൈവർമാരെയും അതോടൊപ്പം തന്നെ ആയമാരെയും ഒക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് കുട്ടികളെ ഈ വാഹനത്തിൽ അയക്കുന്നത്. അപ്പോൾ കൃത്യമായി നടപടി ഉണ്ടാവണം. ഏതെങ്കിലും തരത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ അതുകൂടി എഴുതി കൊടുക്കും. അതിനുശേഷം വീണ്ടും ഇവർ പരിശോധനയ്ക്ക് എത്തി അത് ഉണ്ട്, അതൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്, പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയതിന് ശേഷം മാത്രമേ ഈ കാര്യത്തിൽ സ്റ്റിക്കർ നൽകൂ. ആ സ്റ്റിക്കർ ഫിറ്റ്നസ് ആണ്. ആ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ മാത്രമേ ബസ്സുകൾക്ക് റോഡിൽ ഇറങ്ങാനും അതോടൊപ്പം തന്നെ കുട്ടികളെ വാഹനത്തിൽ കയറ്റാൻ കഴിയൂ എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഏതായാലും പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറേ ദിവസങ്ങൾ വേണ്ടി വരും, കാരണം പല കാര്യങ്ങളും പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.